ഹലോ ഗൈസ്, അപ്പോൾ നമ്മളവിടെ നിന്ന് കുമ്മാട്ടി ഉണ്ട്. നമ്മുടെ കുമ്മാട്ടിക്ക് നമ്മളൊരു കിടിലൻ വ്ളോഗ് ഇറക്കാൻ പോകുന്നത് നമ്മുടെ മന്നത്തറിൽ. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ കുമ്മാട്ടിയായി. അപ്പം ഇന്ന് കുറച്ച് മനോഹരമായിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങളുടെ വേല ഇറങ്ങി. വേറുള്ള വേലയിലൊക്കെ വലിയ കാളകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വേലയിൽ കൊട്ടും വണ്ടി വശം പൂക്കാവടിയും അതുപോലെ തന്നെ DJ ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവന്റെ ദേശത്തിൽ അവർക്ക് പറ്റുന്ന പോലെ അവർ വേലയിൽ ഇറക്കി അവന്റെ വേലയുടെ ഭംഗി തന്നെ കൂട്ടും. അപ്പോൾ ഇതൊക്കെ കാണാൻ വരുന്ന എല്ലാവർക്കും അടിപൊളിയായിട്ട് വേലകളെല്ലാം കണ്ടിട്ട് തന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റും. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങളുടെ കുമ്മാട്ടികൾ. പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും പരിപാടിക്ക് ഒരു പാട്ട് കേട്ടാൽ പോലും ഡാൻസ് കളിക്കാത്ത ഞങ്ങളാണ് ഇപ്പോൾ ഇതേ കുമ്മാട്ടിക്ക് ഇത് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അല്ല പിന്നെ ഒരു വർഷം അടക്കി വെച്ച ആവേശം ഇന്ന് ഞങ്ങൾ ഇവിടെ തീർത്തിട്ടേ വന്ന് പോകുള്ളൂ. എല്ലാവരുടെയും ദേശത്തെ വേലകൾ ഇവിടെ മുണ്ടൂർ സെന്ററിൽ കൂടെ പോകുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ട്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവിടെ ഫുള്ള് തിരക്കാണ്, ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഒരു വണ്ടി പോലും കടത്തിവിടില്ല. പിന്നെ ഇതുപോലെ ആംബുലൻസ് വരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആംബുലൻസിനെ കടത്തിവിടും. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സിനെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഒപ്പം +2 പഠിച്ച എൻ്റെ ഫ്രണ്ട് ശ്രീനാഥ്. ഇവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടറിയാൻ നല്ല വിജയ് ഫാനാണ്. വീട്ടിന്റെ അടുത്ത ആളുകളും അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ ഇതുപോലെ ഡാൻസ് കളിച്ചാൽ കാണാൻ തന്നെ നല്ല രസമുണ്ടാവും. പിന്നീട് ഇതൊക്കെ കണ്ട് ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ കുമ്മാട്ടിക്ക് കളിച്ച് നല്ല ദാഹിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ചില വീടുകളിൽ ഇതേ മോരും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ കുടിച്ച് ദാഹം മാറ്റാം. അങ്ങനെ ഞങ്ങളുടെ വേല ഇവിടെയുള്ള ഒരു അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് വേറെ വേലകളൊക്കെ കാണാനായിട്ട് ഇതേ ഇവിടെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വലിയ വലിയ കാളകളും അതുപോലെ തന്നെ DJയും വണ്ടി വശങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റാണ് ട്ടാ. പിന്നെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ കുമ്മാട്ടിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവരിനെയും കൊണ്ട് കുമ്മാട്ടി കാണിച്ചും അതുപോലെ തന്നെ കുമ്മാട്ടി കളിച്ചും ഞങ്ങളിവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഇവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ കുമ്മാട്ടിക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ കഴിച്ച് ഞങ്ങൾ വേലന്റെ ഇടയിൽ ഞങ്ങൾ ഒരാളെ കണ്ടുവിട്ടത് ആരാ നോക്കുക, നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗളുടെ. പിന്നെ അല്ലതാ നമ്മുടെ ഉണ്ണിക്കണ്ണാട്ടൻ മുണ്ടൂർ കുമ്മാട്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്കണ്ണാട്ടൻ വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ. കാരണം ഞങ്ങൾ വിളിച്ചപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ എന്നെ ഉണ്ണിക്കണ്ണാട്ടൻ ഉണ്ണിന്നാണ് വിളിച്ചത്. അങ്ങനെ ഉണ്ണിക്കണ്ണാട്ടന്റെ ഡയലോഗും പറയിപ്പിച്ചിട്ടാണ് നമ്മൾ വിട്ടത്. ഉണ്ണിക്കണ്ണാട്ടിൻ്റെ ഒരു ഉമ്മയും വാങ്ങി വിജയണ്ണനെ ഒരു ഉമ്മയും കൊടുത്ത് ഞങ്ങളിപ്പോൾ പാലകിഴിക്കാവിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മുടെ വേല കയറുമ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൊട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കലാശക്കൊട്ടും കൊട്ടി അമ്പലത്തിന് ചുറ്റും ഒരു വലവും വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വർഷത്തെ മുണ്ടൂർ കുമ്മാട്ടി കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ഫോൺ ഓഫായി. അപ്പോൾ എന്തായാലും നിങ്ങളിത് കാണും. പിന്നെ ഇനി ഇതുപോലത്തെ കിട്ടുന്ന വീഡിയോസ് ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടും. അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണാം. ബൈ.